നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരി ഡോക്ടർ. ഡോക്ടർ വന്നിട്ടുണ്ടോ? ഓക്കെ ഡോക്ടർ, ഞാൻ വരാം. നാളെ തന്നെ വരാം. ശരി. ഓക്കെ. ഡോക്ടറെ വിളിച്ചത്. എന്താ പറഞ്ഞേ? ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. എന്നിട്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഡോക്ടർ നല്ല സന്തോഷത്തിലാ സംസാരിച്ച്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സുപ്രിയ. ചിലപ്പോ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ശാസ്ത്രം പോലും തോറ്റു നിന്നു പോകുന്ന ഒരുപാട് ദശാസന്ധികൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാവും. മരിച്ചുപോയെന്ന് വിശ്വസിച്ച മനുഷ്യർ ചിലപ്പോ പുനർജനിച്ചു വരും. ഒരിടത്തും ചികിത്സയില്ലെന്ന് പറഞ്ഞ രോഗം ഒരു മരുന്നുമില്ലാതെ ഭേദമായെന്നും വരും. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ കിടപ്പിലായിപ്പോയ ഒരാള് ഒരു ദിവസം രാവിലെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടന്നുവെന്നും വരും. ഇതൊക്കെ അത്ഭുതങ്ങൾ തന്നെയാ. പക്ഷേ ലോകത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നിന്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. അത് നിന്റെ തോന്നലാ ജ്യോതി. എന്റെ കാര്യത്തിൽ ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ബാംഗ്ലൂരിലെ ഡോക്ടർമാർ 1000 വട്ടം പരിശോധന നടത്തിയതാ. അവർക്ക് തെറ്റില്ല ജ്യോതി. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കുറച്ചു കാലം കൂടി ആയുസ് നീട്ടി കിട്ടിയ അങ്ങനൊരു ചെറിയ ആഗ്രഹം ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. നിനക്ക് ഭാഗ്യമുണ്ട് സുപ്രിയ, അത് നടക്കും. നീ നോക്കിക്കോ, നിന്റെ അസുഖം കുറയും. എന്റെ അസുഖം കുറഞ്ഞാ പേടിക്കേണ്ടത് നീയാ. എനിക്കിപ്പോ നിന്നെ ഒരു പേടിയും ഇല്ല സുപ്രിയ. കാരണം എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും നീ അറിഞ്ഞുകൊണ്ടുണ്ടാക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത് സംശയം? എന്നെങ്കിലും ഒരു ദിവസം നിന്റെ അനിയത്തി ഹരിപ്രിയ ഇങ്ങോട്ട് കയറി വന്ന ആ കള്ളെല്ലാം പൊളിയില്ലേ? ഇവിടെ നിൽക്കുന്ന ഹരിപ്രിയ ആരാണെന്നുള്ള സത്യം വെളിച്ചത്ത് വരും. അതൊരിക്കലും ഉണ്ടാവില്ല. അവൾ ഇനി ഇന്ത്യയിലേക്കേ വരില്ല. അത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റുന്ന അത്രയും കാലം ഹരിപ്രിയായിട്ട് തന്നെ നീ ഇവിടെ അങ്ങ് ജീവിക്കും. അത് വേണ്ട ജ്യോതി. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോവും. വെറുതെ എല്ലാം ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ച് വന്നവളാ ഞാൻ. അപ്രതീക്ഷിതമായി ഞാൻ ആരാണെന്ന് എനിക്ക് നിന്നോട് പറയേണ്ടി വന്നു. നിന്റെ ദയ കൊണ്ട് കുറച്ചുനാൾ ഇവിടെ ജീവിക്കാൻ സാധിച്ചു. ഇനി നിന്നെയും DKയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്കിവിടുന്ന് തിരിച്ചു പോണം. എന്തായാലും നാളെ നമുക്ക് ഡോക്ടറെ പോയെന്ന് കാണാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. സുപ്രിയ, ജീവിതം നമ്മൾ വിചാരിച്ച വഴിയല്ല പോകുന്നത്. അത് വിചാരിച്ച വഴിയിലൂടെ നമ്മൾ പോകും. അത്രേ ഉള്ളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.